ഗുഡ് മോർണിംഗ്. നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ കൃഷിത്തോട്ടത്തിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റംബുട്ടാനെയാണ് കേട്ടോ. എന്താണ് ഈ റംബുട്ടാൻ്റെ പ്രത്യേകതയെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. ഒരു ശിഖരം വിടാതെ നമ്മുടെ റംബുട്ടാൻ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ശരിക്കും നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ റംബുട്ടാൻ കായ്ച്ച് നിൽക്കുകയാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ ചെറിയൊരു തൈയാണ്, ഒരു 3 വർഷം പഴക്കമുള്ള തൈയാണ്. പക്ഷേ നന്നായിട്ട് ഈ വർഷം നമ്മൾ കുറേ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് ഈ വർഷം നമ്മുടെ എല്ലാ ശിഖരങ്ങളിലും അതിൻ്റെ കാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് താമസിച്ച് വന്ന ഒരു റംബുട്ടാൻ തൈയാണ്. പക്ഷേ കുറച്ചുകൂടെ 3-4 മാസം പഴക്കമുള്ളതാ ഇതാണ് നമ്മുടെ മറ്റൊരു റംബുട്ടാൻ്റെ തൈ. ഏതാണ്ടൊരു 4-5 അടി പൊക്കം മാത്രമേ ഉള്ളൂ ഇതിന്. പക്ഷേ നന്നായിട്ട് വെള്ളം കൊടുക്കണം. അതുപോലെ 1-2 കാര്യങ്ങളൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിലെ എല്ലാ റംബുട്ടാനും ഇതുപോലെ കുലച്ച് പിടിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് 1, നന്നായി വെള്ളം കൊടുക്കുക. 2, ഇതിനെ പ്രൂൺ ചെയ്ത് വിടുക. അതായത് ആദ്യത്തെ ഒരു കായ്ഫലം വരുന്നതിന് മുന്നേ തന്നെ നമ്മളിത് കുറച്ച് ഇതിൻ്റെ ശിഖരങ്ങളെല്ലാം ചെറുതായിട്ട് ഒരു 2 അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു കൈവെള്ള വലിപ്പത്തിന് വെച്ച് ഒടിച്ചു വിടുക. അതാണ് ഈ പ്രൂൺ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ഞാനിത് പ്രൂൺ ചെയ്യുന്നത് നമ്മുടെ ഈ പാകമായ റംബുട്ടാനെല്ലാം നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മളിതിനെ പ്രൂൺ ചെയ്ത് വിടും. അപ്പോൾ പെട്ടെന്ന് തന്നെ തളിരില വരും. പിന്നെ നമ്മളൊരു വളം 6 മാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മളിതിന് വളം കൊടുക്കുക. ഇതല്ലാത്ത ഒരു വളവും ഞാൻ ചെയ്യുന്നില്ല. പരീക്ഷിച്ച് നോക്കും.